ദൈവമക്കളെ, നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളിങ്ങനെ മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലോ പഠന സ്ഥലങ്ങളിലോ അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം തോന്നാറുണ്ടാവോ? മിക്കവർക്കും, എനിക്ക് തോന്നാറുണ്ട്, മിക്കവർക്കും തോന്നാറുണ്ടാവും, ഞാനത് പറഞ്ഞത് ശരിയായില്ല, ഞാനത് ചെയ്തത് ശരിയായില്ല, ഞാൻ എൻ്റെ കുറച്ചും കൂടെ വിവേകത്തോടു കൂടി ഞാൻ ചെയ്യണമായിരുന്നു, എൻ്റെ നാവ് മൂലം ഞാനത് ദ്രോഹം ചെയ്തു മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഞാൻ അവരെ വേദനിപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നാറുണ്ടോ? എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഉഷു ഞാൻ അന്നും അത് ചെയ്തു, ഞാൻ ഇന്നും അത് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഇനി ഞാനത് ശ്രദ്ധിക്കണം, അങ്ങനെ എന്നിട്ട് വിചാരിച്ചിട്ടും പിന്നീട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇതിൽ പോയിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് മുറിവ് വരുത്തുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മാറ്റണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർത്ത് വെച്ചൊരു വചനം നിങ്ങൾ എഴുതുക. നിങ്ങളത് വളരെ എത്ര സംഖ്യയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക അത്രയും സംഖ്യ നിങ്ങൾ എഴുതി ദൈവത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ എൻ്റെ ഈ ദുശ്ശീലം മാറ്റണമേ, എനിക്ക് നന്നായി മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് പെരുമാറണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ നാവിൻ്റെ പിഴ കൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ പറ്റുന്നില്ല, ഞാനത് വിചാരിച്ചിട്ടും നടക്കുന്നില്ല എന്നുള്ളവർ ഈ ദൈവവചന ഭാഗം എഴുതുക. പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. നല്ലൊരു വചന ഭാഗമാണ്, എഴുതി വെച്ച് നിങ്ങളത് അതിൻ്റെ അനുഗ്രഹം നേടേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുവാനും നിങ്ങളുടെ നാവ് മൂലം ഒരിക്കലും നിങ്ങൾക്കൊരു അബദ്ധത്തിൽ ചെന്ന് ചാടാനോ ഒന്നിനും ഇടയാവത്തില്ല. ഈ വചനം എഴുതി വെച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഒന്നുകൂടെ പറയാം, പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം വാക്യം, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.